ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. നമ്മൾ ബബുവിൻ്റെ കൂടെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ഒസാക്കയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. മിർച്ച് മസാല ബോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ആൻഡ് നമ്മൾ ഒസാക്ക കാസലിലും കൂടെ പോവാണ്. ഇപ്പം ബബ്ബു ഉണ്ട്. അങ്ങനെ നമ്മൾ മിർച്ച് മസാല ബോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഞങ്ങളുടെ ഒരു എയർബിഎൻബിയുടെ താഴെ തന്നെ നമുക്കൊരു ലോസൺ ഉണ്ട്. അപ്പോൾ ആ ലോസണിലുള്ള വർക്ക് ചെയ്യുന്ന കുറച്ച് ഇന്ത്യൻസ് പിള്ളേരുണ്ട് കേട്ടോ. അവരാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയില്ല. ഞങ്ങൾ ഈ ട്രിപ്പിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ ഫുഡാണ്. ഇതൊരു അമൃത്സരി കുൽച്ചയാണ്. നമുക്ക് നാനും പനീറും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ അമൃത്സരി കുൽച്ച നമ്മൾ ട്രൈ ചെയ്തു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ നാനും പനീറും. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഫ്ലേവേഴ്സ് ഇങ്ങനെ നമ്മുടെ മൗത്തിൽ ഇങ്ങനെ ബേസ്റ്റ് ആവുകയാണ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ബബ്ബുവിന് പറ്റുന്നതൊക്കെ ബബ്ബുവും കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ അക്വേറിയത്തിലേക്ക് പോവുകയാണ് ഒസാക്കയിൽ. ഇവിടെ കാസലും ഉണ്ട്. അപ്പം കാസൽ എന്ന് പറഞ്ഞാൽ 24 hours ഓപ്പണാണ്. അക്വേറിയം ആകുമ്പം ഇപ്പം പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ടൈം ലിമിറ്റ് ഉണ്ട്. ഇത് എൻ്റെ ബാക്കിൽ ഒരു ലൂയി വിറ്റോണിൻ്റെ വലിയൊരു ഷോറൂമാണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഫ്രണ്ട്സിന് കിട്ടുന്നത് തന്നെ ബബ്ബ കാരണമാണ്. ബബ്ബു ആണ് സോഷ്യലൈസ് ചെയ്ത ആൾക്കാരെ പരിചയപ്പെടുന്നത്. നമ്മൾ നമ്മുടെ അക്വേറിയത്തിന്റെ സ്ഥലത്തെത്തി കഴിഞ്ഞു. കാണിച്ചു തരാം. ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഏരിയ. ഇവിടെ അക്വേറിയം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെഗോലാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ഷിപ്പിൻ്റെ ക്രൂസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ അക്വേറിയത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റ്സൊക്കെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചൂസ് ചെയ്തത് ക്രൂസും അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടിക്കറ്റും കൂടെയാണ്. അപ്പം രണ്ടും കൂടെ നമുക്ക് നാട്ടിലത്തെ 7500 സംതിങ് ആണ്. 3 പേർക്കും കൂടെ നമുക്ക് അയക്കുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ അത് ഭയങ്കര ലാഭമാണ് ആക്ച്വലി. ആൻഡ് നമ്മൾ നമ്മുടെ ഷിപ്പിലേക്ക് പോവാണ്. അതാണ് ആദ്യം നമ്മൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ്. കാണുന്നില്ലല്ലോ, പേടിയുണ്ട്. ബബ്ബു ഇതൊന്നും അറിയുന്നില്ല. എണീക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്രൂസ് റൈഡിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ പേര് സാന്റാ മറിയ എന്നാണ്. ഭയങ്കര സണ്ണിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയപ്പം ആ ഫ്രണ്ട് ഏരിയ മൊത്തം ഫില്ലായി. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഭയങ്കര സണ്ണിയാണ്. ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് പൈററ്റ്സ് ഓഫ് ദ കരീബിയനിലൊക്കെ ഉള്ള ഒരു ഷിപ്പ് പോലെ എനിക്ക് തോന്നി ഇതിൽ കയറിയപ്പോൾ. ആൻഡ് ഇവിടെ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഡയറക്ഷനിൽ കാണുന്നത് ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ആണ്, ജപ്പാനിലെ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വ്യൂ നല്ല സണ്ണിയാണ്, പക്ഷെ നല്ല ബ്രീസി ആണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റെഡ് ബ്രിഡ്ജ് അല്ലേ, അത് വന്നിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ഇമോജീസിൽ ചാറ്റ്സിലൊക്കെ ഉള്ള ഒരു റെഡ് ബ്രിഡ്ജാണ്. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലിടണേ. സോ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. പിന്നെ ഇത് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഒരു ഫേമസ് ഒരു ഫ്ലൈ ഓവറാണ്. ഭയങ്കര ഇൻക്ലൈൻഡ് ആയിട്ട് വണ്ടികൾ പോകുന്നതാണ്. അതും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ആൻഡ് നമ്മളടുത്ത അക്വേറിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അക്വേറിയത്തിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അക്വേറിയം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ. and ഇവിടെ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമുക്കിങ്ങനെ സ്റ്റാമ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന റെസീപ്റ്റ്സിലൊക്കെ നമ്മൾ സ്റ്റാമ്പ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്ത് അവിടുത്തെ ഒരു സ്റ്റോറ് കണ്ടത് കേട്ടോ അക്വേറിയത്തിൻ്റെ. അപ്പോൾ അവിടെ നിന്നൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ എൻട്രിയിലാണ്. ഇതൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു എൻവയൺമെൻറ്റ് ആണ് കേട്ടോ നമുക്ക് എൻട്രിയിൽ തന്നെ കാണാൻ പറ്റുന്നത്. സോ ഇവിടുത്തെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് തീമാണെങ്കിലും അവർ മീൻ ചെയ്യുന്നത് ഫോറസ്റ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ സീപ്പിൻ ചെയ്താണ് നമുക്ക് കടലിലേക്ക്
ആ ഫ്രഷ് വാട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഓരോ ഫ്ലോറിലും നമ്മളിങ്ങനെ റാമ്പ് വഴി ഇറങ്ങും തോറും ഏറ്റവും മുകളിൽ നമ്മൾ ഫോറസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ അടിയിലത്തേക്കുള്ള ഫ്രഷ് വാട്ടർ, പിന്നെ അതേപോലെ ആ ഒരു കടലിലേക്കാണ് നമ്മൾ പോകുന്നത്. താഴെ താഴെ പോകും തോറും നമ്മൾ കടലിൻ്റെ അടിയിലേക്കാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. സീ ഓട്ടേഴ്സും അങ്ങനത്തെ കുറേ ആനിമൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് കടലിൻ്റെ നടുക്കത്തെ ഒരു സോണിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ഷാർക്കിനെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ഷാർക്കിനെ കാണുന്നത്. ഭയങ്കര രസമുണ്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചറും അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഡോട്ട്സും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇത് ആക്ച്വലി പസഫിക് ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന ഒരു അക്വേറിയമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഷാർക്കിനൊക്കെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ സീയിലുള്ള ഓരോ ക്രീച്ചേഴ്സാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേ ഡോറി ഫ്രം നീമോ, ഫൈൻഡിങ് നീമോ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ സീയിലുള്ള ഓരോ ജീവികളാണ് കേട്ടോ. എന്തൊക്കെ വെറൈറ്റി ജീവികളാണല്ലേ, നമുക്കറിയാത്തത് തന്നെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പെൻഗ്വിൻ ഇങ്ങനെ പറന്നു പോകുന്നത് കാണുന്നുണ്ട് സ്വിം ചെയ്ത്. ഭയങ്കര ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു അക്വേറിയം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ തൊട്ടടുത്താണ്, പക്ഷെ അവരുടെ ഗ്ലാസിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അവിടുത്തെ കഫേയിലേക്ക് വന്നു. അപ്പം നമുക്കിത് ഷാർക്കിൻ്റെ ഒരു പടമുള്ളൊരു കോഫി കിട്ടി, ആൻഡ് ഒരു സോസേജും ഒക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു ഐസ്ക്രീമും കൂടെ ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ ഇത് വന്നിട്ട് ജാപ്പനീസ് സോഡയും വാനില ഫ്ലേവറും കൂടെ ആയിട്ടുള്ളൊരു ഷാർക്ക് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ. ഇത് ബബിൾ കം യോഗേർട്ട് പോലെ എന്തോ, യോഗേർട്ട് പോലത്തെ ഒരു ഒരു പുളിപ്പുണ്ട്. വാനില സൂപ്പർ, സ്ഥിരം, രണ്ടും ഒരുമിച്ച് നല്ല കൊള്ളാം. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിരിക്കുന്നത് ജെല്ലി ഫിഷിൻ്റെ ഒരു വേൾഡിലേക്കാണ് കേട്ടോ. ഇത്ര അധികം ടൈപ്സ് ഓഫ് ജെല്ലി ഫിഷസ് ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇത്ര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ജെല്ലി ഫിഷസിനെ കാണാനായിട്ട്. ഇതൊരു ടൈപ്പ് ഓഫ് പെൻഗ്വിൻസ് ആണ് കേട്ടോ. ഇവർ എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ബാക്കി നിൽക്കുന്നത് അച്ഛൻ പെൻഗ്വിനാണ്, നടുക്കിരിക്കുന്നത് അമ്മയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും കുഞ്ഞാണ് കേട്ടോ. അവർ കുഞ്ഞിനിങ്ങനെ അടയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഇതാണ് പാരറ്റ് ഫിഷ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അക്വേറിയം ഒക്കെ കണ്ടു പുറത്തിറങ്ങാണ്. നമ്മളിപ്പം സ്റ്റാർബക്സിലാണ്. അപ്പോൾ നമ്മളങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. ഞങ്ങൾ 2 കപ്പ് പർച്ചേസ് ചെയ്തു സ്റ്റാർബക്സിൻ്റെ. ഇവിടെ ഭയങ്കര റേറ്റ് നമുക്ക് കുറവാണ് സ്റ്റാർബക്സിൻ്റെ, നമ്മൾ നാട്ടിൽ തന്നെ കാട്ടിയും. നമ്മളതൊക്കെ വാങ്ങി. ഇത് നൈറ്റ് വ്യൂ ആണ്. ഇത് ലെഗോലാൻഡ് ഡിസ്കവറി സെൻറ്ററിൻ്റെ അകത്തുള്ള ഒരു ജയൻറ്റ് വീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ലെഗോലാൻഡ് വരുന്നത്. ഇതാണ് ലെഗോലാൻഡിൻ്റെ എൻട്രി ഏരിയയിലെ ഒരു ഇൻസ്റ്റലേഷനാണ്. ഫുള്ള് ലെഗോ ആണ് കേട്ടോ. ജസ്റ്റ് തൊട്ട് നോക്കാം നമുക്ക്. ഓ മൈ ഗോഡ്, ഇത് മൊത്തം ഇതിന്ന് ഊരിയെടുത്തല്ല ഊരി വരൂ. നമ്മളടുത്ത് എവിടെ പോവാ? കയറുമെന്ന് ഉറപ്പില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കയറാനായിട്ട് പോവാണ്. ഒരാൾക്ക് 900 എന്നാണ് വരുന്നത് അവിടുത്തെ. ആൻഡ് നമ്മളിത് ടെമ്പോസൻസ് വേൾഡ്സ് ലാർജസ്റ്റ് ജയൻറ്റ് വീൽ എന്നാണ് പറയുന്നത്.
ടെമ്പോസൺ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഈ ഒരു ഏരിയയുടെ നമ്മൾ സീ ത്രൂ ഗോണ്ടയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സീ ത്രൂ, അതായത് നമുക്ക് മേളിലിരുന്ന താഴെ ഫുള്ളിങ്ങനെ കാണാം. താഴത്തെ ഫ്ലോർ ഓപ്പണാ, തീരെ പേടിയില്ല കുട്ടിക്ക്. ദേ ഈ കാണുന്നതൊക്കെ താഴെ ക്ലോസ്ഡ് ആയിട്ടുള്ളതാ. അങ്ങനെ നമ്മൾ കേറി ക്ലാസ്സിൽ നിന്ന് മാറ്റി നേരെ നോർമൽ അങ്ങനെ ബബു ആദ്യമായിട്ട് ജെയിൻ വീലിലും കയറി. വേറൊരു നാട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു. അവിടെ ഇപ്പൊ സ്റ്റിക്കി റൈസ് ഇല്ലാതെ ബബുവിന് ഇപ്പൊ പറ്റുന്നില്ല. ബസ്മതി റൈസ്, സ്റ്റിക്കി റൈസ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ. ഈ ജയൻറ്റ് വീലിലെ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു വ്യൂ കാണാനായിട്ട്. നമ്മൾ ജയൻ വീലിൽ നിന്ന് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? വളരെ സൂപ്പറായിരുന്നു. എന്തെങ്കിലും കണ്ടോ? ജയൻ വീൽ ഇരിക്കുന്നത് 2 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലാണ് ഈ ജയൻ വീൽ ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ജയൻ വീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ ആക്ച്വലി മറ്റേ ഫുൾ ഗ്ലാസ്സിൽ പോകണമെന്ന് ആഗ്രഹം. പക്ഷേ പേടി, പിന്നെ ഫസ്റ്റായിട്ട് പോകില്ല, ഇത്രയും വേൾഡ്സ് ലാർജസ്റ്റ്, അപ്പോൾ അത് പേടിയാവുമെന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി നോർമലല്ലേ. അത് നമ്മൾ ആ അടിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് അവസാനം ചെയ്തത്. ഇനി നമ്മൾ ഒന്നുമില്ല പരിപാടി. നമ്മുടെ ഇവിടുന്ന് അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട് ഒരെണ്ണം. ടാക്സിക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. നമ്മുടെ വീട്, ഐ മീൻ അപ്പാർട്ട്മെൻറ്റുള്ള അടുത്തോട്ട് ഒരു നിപ്പോൺ ബാഷി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് നമ്മളുടെ സ്റ്റേ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാം. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ബൈ.